കേരള ചരിത്രത്തിൽ വർഷങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഇനി ഒരു മാർക്ക് പോലും നഷ്ടമാകത്തില്ല. ഓർഡറിലാക്കാൻ, കാലഘടനാ ക്രമത്തിലാക്കാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കും. ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വർഷങ്ങൾ നോക്കാം. അഞ്ചുതെങ്ങ് കലാപം 1697. അഞ്ചുതെങ്ങ് കലാപം 1697. ആറ്റിങ്ങൽ കലാപം 1721. ഓർഡറിലാണ് ഈ വീഡിയോയിൽ പറയുന്നത്, എഴുതി പഠിക്കുക. ആറ്റിങ്ങൽ കലാപം 1721. വേണാട് ഉടമ്പടി 1723 വേണാട് ഉടമ്പടി. ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ കാലഘട്ടം 1793 മുതൽ 1797 വരെ. രണ്ടാം പഴശ്ശി കലാപത്തിൻ്റെ കാലഘട്ടം 1800 മുതൽ 1805 വരെ. ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 1797 വരെ. രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെ. നായർ പട്ടാള ലഹള 1804. നായർ പട്ടാള ലഹള 1804. കുണ്ടറ വിളംബരം 1809. കുണ്ടറ വിളംബരം 1809. കുറിച്യ ലഹള 1812. കുറിച്യ ലഹള 1812. ചാന്നാർ ലഹള 1859. ചാന്നാർ ലഹള 1859. മലയാളി മെമ്മോറിയൽ 1891. ഈഴവ മെമ്മോറിയൽ 1896. മാറിപ്പോകാതെ പഠിക്കുക. മലയാളി മെമ്മോറിയൽ 1891. ഈഴവ മെമ്മോറിയൽ 1896. നായർ ഈഴവ ലഹള 1905. നായർ ഈഴവ ലഹള 1905. നെടുമങ്ങാട് ചന്ത ലഹള 1912 നെടുമങ്ങാട് ചന്ത ലഹള നടക്കുന്നത്. പുലയ ലഹള 1915. പെരിനാട് ലഹള 1915. പുലയ ലഹള, പെരിനാട് ലഹള 1915. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നോട്ട് വേണം എന്നുള്ളവർ ടെലിഗ്രാം ചാനലിൽ മെമ്പർ ആവുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. മാത്രമല്ല PDF എന്ന് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ നടന്നത്. മലബാർ ജില്ലാ കോൺഗ്രസ് 1916 മുതൽ 20 വരെയാണ് മലബാർ ജില്ലാ കോൺഗ്രസ്. 1916 മുതൽ 20 വരെ 5 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളാണ് നടന്നത്. 1916, 1917, 18, 19, 20 ഇങ്ങനെ 5 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളാണ് നടന്നത്. മലബാർ കലാപം, വാഗൺ ട്രാജഡി എന്നിവ നടന്നത് 1921. മലബാർ കലാപത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ദുരന്തമാണ് വാഗൺ ട്രാജഡി. മലബാർ കലാപവും വാഗൺ ട്രാജഡിയും 1921. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924. വൈക്കം സത്യാഗ്രഹം നടന്നത്. ശുചീന്ദ്രം സത്യാഗ്രഹം 1926. ശുചീന്ദ്രം സത്യാഗ്രഹം 1926. ഉപ്പ് സത്യാഗ്രഹം 1930. ഓർഡറിൽ ഇങ്ങനെ വരികയാണ് കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഈ ഒരു ക്ലാസ് കാണുന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാ വർഷങ്ങളും കിട്ടുന്നതായിരിക്കും. ശുചീന്ദ്രം സത്യാഗ്രഹം 1926. ഉപ്പ് സത്യാഗ്രഹം 1930. ഗുരുവായൂർ സത്യാഗ്രഹം 1931. യാചനായാത്ര 1931. നിവർത്തന പ്രക്ഷോഭം 1932 നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. വൈദ്യുതി പ്രക്ഷോഭം, ഇലക്ട്രിസിറ്റി സമരം അല്ലെങ്കിൽ വൈദ്യുതി പ്രക്ഷോഭം 1936. ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ നടക്കുന്നത് 1936. കല്ലറ പാങ്ങോട് സമരം 1938. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം 1938. കടയ്ക്കൽ പ്രക്ഷോഭം 1938. അപ്പോൾ 1938 3 സംഭവങ്ങൾ ഓർത്തുവെക്കുക. കല്ലറ പാങ്ങോട് സമരം, ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം, കടയ്ക്കൽ പ്രക്ഷോഭം തുടങ്ങിയവ 1938. മൊറാഴ സമരം നടക്കുന്നത് 1940. മൊറാഴ സമരം 1940. കയ്യൂർ സമരം 1941 കയ്യൂർ സമരം നടക്കുന്നത്.
ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. പുന്നപ്ര വയലാർ സമരം 1946. കരിവള്ളൂർ സമരം 1946. തോൽവിറക് സമരം 1946. അപ്പോൾ 1946 പുന്നപ്ര വയലാർ സമരം, കരിവള്ളൂർ സമരം, തോൽവിറക് സമരം, അതുപോലെ കൂട്ടംകുളം സമരം, MSP സമരം, ഇതെല്ലാം തന്നെ 1946. പാലിയം സത്യാഗ്രഹം 1947. പാലിയം സത്യാഗ്രഹം 1947. ഇത്രയും ചരിത്ര സംഭവങ്ങളുടെ കാലഘടനയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. നോക്കിക്കേ, 5 മിനിറ്റ് ആയപ്പോഴത്തേനും നിങ്ങൾക്ക് എത്രത്തോളം വർഷങ്ങളാണ് കിട്ടിയത്. അഞ്ചുതെങ്ങ് കലാപം, നമ്മൾ ആദ്യത്തെ കലാപത്തിൽ തുടങ്ങിയതാണ് 1697 അഞ്ചുതെങ്ങ് കലാപത്തിൽ തുടങ്ങി പാലിയം സത്യാഗ്രഹം വരെ എത്തി. ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.